എറണാകുളം കാക്കനാട് DLF ഫ്ളാറ്റിൽ രോഗബാധ പടർത്തിയത് ആസ്ട്രോ റോട്ട വൈറസുകളെന്ന് ആരോഗ്യവകുപ്പിന്റെ പരിശോധനാ റിപ്പോർട്ട്. കഴിഞ്ഞ 17-ന് ഫ്ളാറ്റിലെ 5 ബ്ലോക്കുകളിൽ നിന്നും ശേഖരിച്ച കുടിവെള്ള സാമ്പിളുകളുടെ പരിശോധനാ റിപ്പോർട്ടിലാണ് വൈറസുകളുടെ സാന്നിധ്യം കണ്ടെത്തിയത്. പരിശോധനാ റിപ്പോർട്ട് ജില്ലാ ആരോഗ്യ വിഭാഗം ആരോഗ്യമന്ത്രിക്കും വകുപ്പ് ഡയറക്ടർക്കും സമർപ്പിച്ചു. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, ആരോഗ്യവകുപ്പിന്റെ പരിശോധനയിലാണ് ഈ വൈറസുകളെ കണ്ടെത്തിയിരിക്കുന്നത്. പരിശോധനാ റിപ്പോർട്ട് ആരോഗ്യവകുപ്പ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുകയുമാണ്. മറ്റു വിവരങ്ങളും KP സുരേഷ്, കാക്കനാട്ട് DLF ഫ്ളാറ്റിൽ 500-ലധികം പേർക്ക് അതിസാരം ഉണ്ടാവാൻ കാരണമായത് ആസ്ട്രോ റോട്ട വൈറസുകളാണെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞ 17-ന് ഈ ഫ്ളാറ്റിലെത്തിയ ആരോഗ്യവകുപ്പ് അവിടുത്തെ 5 ഇടങ്ങളിൽ നിന്നും ശേഖരിച്ച കുടിവെള്ള സാമ്പിളുകളുടെ പരിശോധനാ ഫലത്തിലാണ് വ്യക്തമായിട്ടുള്ളത്. നേരത്തെ തന്നെ അപകടകരമായ അളവിൽ കോളി ബാക്ടീരിയകൾ ഉണ്ടെന്നും വ്യക്തമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ആരോഗ്യവകുപ്പ് വ്യാപകമായ പരിശോധന നടത്തിയത്. അത് ഏറ്റവും പ്രധാനമായും ഇവിടെ എത്തുന്ന കുടിവെള്ളങ്ങളുടെ സ്രോതസ്, ആ സ്രോതസ്സുകളിലെ വെള്ളങ്ങളും അതോടൊപ്പം തന്നെ വിവിധ ടവറുകളിലെ ടാങ്കുകളിലെ വെള്ളങ്ങളുമെല്ലാം തന്നെ പരിശോധിച്ചതിൽ നിന്നുമാണ് ഇപ്പോൾ ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് വലിയ അപകടകരമാവുന്ന ഒരു ബാക്ടീരിയ അല്ല എന്നത് തന്നെയാണ് ആരോഗ്യവകുപ്പിൻ്റെ കണ്ടെത്തൽ. ഇല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് അവരുടെ ഒരു വിലയിരുത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും ഇവിടെ കൃത്യമായ മെഡിക്കൽ ക്യാമ്പ് ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്നാൽ ഇന്നലെയും മിനിഞ്ഞാന്നും കാര്യമായ പുതിയ രോഗികളാരും തന്നെ ഉണ്ടായിട്ടില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. അത് ഏറെക്കുറെ ഇതിപ്പോൾ അവിടെ ആരോഗ്യനില മിക്കവരുടെയും തൃപ്തികരമാണ് എന്ന ഒരു കണ്ടെത്തലാണ് ആരോഗ്യവകുപ്പിനുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ രോഗം നിയന്ത്രണ വിധേയമായി എന്നും വിലയിരുത്തപ്പെടുന്നു. എന്നാൽ കുറച്ച് ദിവസം കൂടി മെഡിക്കൽ ക്യാമ്പ് തുടരാനാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത് ലഭിച്ചിട്ടുള്ള പരിശോധനാ റിപ്പോർട്ടുകൾ അത് ആരോഗ്യമന്ത്രിക്കും ആരോഗ്യ ഡയറക്ടർക്കും വകുപ്പ് ഡയറക്ടർക്കും കൈമാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിനും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. KP സുരേഷ്. സുധീഷ് ഗോപാലാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.